ഹായ് ഹലോ സുഖല്ലേ. നമുക്കിന്ന് മസൂർ ദാൽ അല്ലെങ്കിൽ ചുവന്ന പരിപ്പ് കൊണ്ട് കറി വയ്ക്കാം. കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കാം. കുക്കറിൽ 2 വിസിൽ വന്നോട്ടെ കേട്ടോ. പ്രഷർ താനേ പോയിട്ട് തുറക്കാം. ഇനി ഇതിൽ ചേർക്കാനുള്ളത് നമുക്ക് വഴറ്റി തുടങ്ങാം. 1 ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് 2 പച്ചമുളകും 3/4 കപ്പ് ചെറിയ ഉള്ളിയും ചേർക്കാം. നന്നായി വഴറ്റി തുടങ്ങാം. പണ്ടൊന്നും ഈ പരിപ്പ് അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല. സാമ്പാർ പരിപ്പ് തന്നെയാണ് കാര്യമായിട്ട് എല്ലാ കറിക്കും ഉപയോഗിച്ച് ശീലമായപ്പോൾ ഇഷ്ടമായി. ഈ കറിക്ക് ഇത് സൂപ്പറാക്കാം. നോർത്ത് ഇന്ത്യയിൽ കുറച്ച് വ്യത്യാസത്തിലുണ്ടാക്കാം. നമ്മൾ കുറച്ച് നമ്മുടേതായിട്ടുള്ള സ്റ്റൈല് ഉണ്ടാക്കും. കുറച്ച് അവർക്കും കടെടുക്കാം അല്ലേ. ഇതിലേക്ക് 1 സ്പൂൺ ഇട്ടിട്ടെടുക്കാം. ഒരു 2 കറിവേപ്പില ചേർക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണും ആഡ് ചെയ്തു. മീഡിയം ഫ്ലെയിമിൽ തന്നെ വഴറ്റണം കേട്ടോ. ലോ ടു മീഡിയം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ചൊയ മാറും. നല്ലോണം പച്ചമണം മാറിക്കിട്ടും. പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുത്തോണ്ട് കേട്ടോ. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. 3 തക്കാളി ഉണ്ട് കേട്ടോ. ചെറിയ തക്കാളി വരുന്നു. തക്കാളി നന്നായി ഇളക്കി അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം കേട്ടോ. തക്കാളി വെന്ത് മയപ്പെട്ട് കിട്ടിയാൽ ഒരു 125 ml, അതായത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് കറി നല്ല പരുവപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് 2 ഇട്ടത് വലിയ എരിയില്ല. അപ്പോൾ ചെറിയൊരു എരിവിനും നിറത്തിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. എരിവും ഉപ്പൊക്കെ അവരവരുടെ ഒരു ഇഷ്ടത്തിനിട്ട് കൊടുക്കാമല്ലോ. ഈ മസാലക്കൂട്ടിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2-3 വിസിലോ അല്ലെങ്കിൽ 1 വിസിലൊക്കെ മതി. അത് അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ചിലർക്ക് നല്ല വെന്തോടേണ്ടി വരും. 2 വിസിലൊരു പാകം. അത്യാവശ്യം വെന്തിട്ടും ഉണ്ടാവും. ഒരു ടീസ്പൂൺ ചൂടായ നെയ്യിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി പൊട്ടിച്ചെടുക്കാം. ഈ കറീൻ്റെ ഹൈലൈറ്റ്, നല്ല സ്വാദ് കൂട്ടണത് ഈ നെയ്യും ജീരകമാണ് കേട്ടോ. ഇത് ഇഷ്ടമുള്ളവർ എന്തായാലും ഇങ്ങനെ ചെയ്യണേ. ഇത് ഇഷ്ടമില്ലാത്തവരെന്ത് ചെയ്യണം, ഉള്ളിയൊക്കെ വറുത്തിടുന്നുണ്ട്, അത് മതി. ജീരകം വറുത്തത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ചെറിയ ഉള്ളി ഇതിലേക്കിട്ട് മൂപ്പിച്ചാൽ മതി കേട്ടോ. പക്ഷെ ഞാനത് മറന്നുപോയി. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഉള്ളിയും കൂടി വറുത്തിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയിലയും കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം. നല്ല ഒരു ഫ്ലേവർ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വെറൈറ്റി മസൂർ ദാൽ കറി ഇവിടെ റെഡിയായി. താങ്ക് യു.